നമസ്കാരം. എൻ്റെ പേര് പവിത്രൻ. ഞാൻ കണ്ണൂർ ജില്ലയിൽ ചൊക്ലിയിൽ നെടുമ്പ്ര സ്വദേശിയാണ്. ഞാൻ ഈ ഒരു ഹൈറിച്ച് എന്ന ബിസിനസ്സിലേക്ക് വന്നിട്ടിപ്പം 2.5 വർഷമായി. ഹൈറിച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഒരു കൂലിപ്പണിക്കാരനായിരുന്നു. കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഒരു കൽപ്പണിക്കാരൻ. പക്ഷേ അങ്ങേയറ്റം കടത്തിലായിരുന്നു ആ സമയത്തുള്ള. സത്യം പറഞ്ഞാൽ എങ്ങനെ ജീവിതം മുന്നോട്ട് പോകണമെന്ന് അറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. തൊട്ടയൽവക്കത്തുള്ള ഓരോ ചേട്ടന്മാരും ചേച്ചിമാരും അവരുടെ അടുത്ത് നിന്നെല്ലാം കടം വാങ്ങി ഓരോ ദിവസം തള്ളി നീക്കിയ സമയങ്ങളുണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും പ്രാർത്ഥിക്കും. എൻ്റെ വിശ്വാസപ്രകാരം എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് ഒരു ദൈവദൂതനെ പോലെ തന്നെ എൻ്റെ ഏട്ടനായ ഷാജി ഏട്ടനെ അയച്ചു തന്നു. അവർ മുഖാന്തരം ഞാൻ ഈ ഹൈറീച്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഹൈറീച്ചിലേക്ക് ഒരു 800 രൂപയുടെ ഐഡിയ അടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ചെറിയ ചെറിയ വരുമാനം വരാൻ തുടങ്ങി. 6 മാസം കഴിഞ്ഞതിന് ശേഷം മോശമില്ലാത്ത വരുമാനം വന്നു. അതിനുശേഷം ഞാൻ എൻ്റെ ജോലി വിട്ടു. ഹൈറീച്ചിനെ നെഞ്ചോടിയിട്ട് ഞാൻ വർക്ക് ചെയ്തു. എൻ്റെ കടങ്ങളെല്ലാം ഏകദേശം തീർക്കാൻ പറ്റി. എനിക്ക് ചില ദിവസങ്ങളിൽ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. കാരണം വരുമാനം ഉണ്ടാവില്ല. കടമാണ് അവിടുന്ന് ഇവിടുന്ന്. പക്ഷേ ഹൈറീച്ച് ഏറ്റെടുത്ത ശേഷം ദൈവം ഇന്ന് വരെ നമ്മളെ ഒന്നിനും ഒരു കുറവും വരുത്താത്ത ഇതിൽ അത്ര നല്ല ഒരു ബിസിനസ്സായിരുന്നു. സത്യസന്ധം ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള സത്യസന്ധമായൊരു ബിസിനസ്സാണ്. ഇത് ഏറ്റെടുത്ത് ചെയ്താലേ നിങ്ങൾക്കിത് മനസ്സിലാവും. കുറേ പേര് ഹൈറീച്ചിനെ പറ്റി ഇങ്ങനെ അപവാദം പറയുന്നുണ്ട്. അവരോട് ഒന്നേ എനിക്ക് പറയാനുള്ളൂ, 1,80,00,000 സാധാരണക്കാരൻ്റെ അന്നത്തിൽ കൈവച്ചിട്ട് ഒരിക്കലും നിങ്ങൾ ഇതുമാതിരി മഹാഭാവം ചെയ്യരുത്. കാരണം എന്നെപ്പോലെയുള്ള എത്രയോ സാധാരണക്കാർ ഇന്ന് ആത്മഹത്യ ചെയ്യാതെ ഈ ഒരു നല്ലൊരു നിലയിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ ഒരു ഹൈറീച്ചിൻ്റെ ദൈവം കൊണ്ട് തന്ന ഈ ഒരു ബിസിനസ്സിൻ്റെ ഇതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടു പോകുന്നത്. എന്നെപ്പോലെ എത്രയോ കുടുംബങ്ങൾ ഉണ്ട് ഇന്ന്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നത് വലിയൊരു തെറ്റാണ്. നിങ്ങളിങ്ങനെ അപവാദം പറഞ്ഞ് നടക്കുന്ന നിങ്ങൾക്കിതിനെപ്പറ്റി അറിയാത്തത് കൊണ്ട് നിങ്ങളിതിൽ അടുത്തറിയും എന്നാൽ നിങ്ങൾക്കിതിനെ മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ആദ്യം ഹൈറീച്ചിനെ പറ്റി പഠിക്കും. അല്ലാതെ കുറ്റം പറയല്ല വേണ്ടത്. ഇന്ന് എൻ്റെ കുടുംബവും ഞാനും ഇന്ന് ജീവനോടെ നിൽക്കുന്ന തന്നെ ഈ ഹൈറീച്ചിൻ്റെ വരുമാനം കിട്ടിയതുകൊണ്ട്. അല്ലെ നമ്മളെല്ലാം എന്നും ആത്മഹത്യ ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ട് അപവാദം പറഞ്ഞു നടക്കുന്ന ഓരോരുത്തരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, ദയവ് ചെയ്ത് 1,80,00,000 സാധാരണക്കാരൻ്റെ വയറ്റത്തടിക്കരുത്. ഇത്രയും പറയാൻ താങ്ക് യു.